ഹലോ, വെൽക്കം ടു അദ്രിയാസ് വ്ലോഗ്. അപ്പോൾ ഗൈസ്, നമുക്കിന്നൊരു സ്വീറ്റായിട്ടുള്ള ഒരു റവ കേസരി നോക്കിയാലോ. നല്ല ചൂടും ഉണ്ട്, നല്ല സ്വീറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുക്കണേ. നെയ്യ് സാധാരണ മിക്കവരും ചിലപ്പോൾ ഇതിൽ ഓയിലും ഒഴിച്ച് കൊടുക്കും. ഞാനിത് ഫുള്ളും നെയ്യിലാണ് ഉണ്ടാക്കണേ. നെയ്യിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിതിൽ ഓയിൽ ഒഴിക്കണില്ല. അപ്പം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഒന്നൊരിത്തിരി ഗോൾഡൻ കളർ ആവണ വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നെയ്യിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളർ ആവും, കരിക്കരുത്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ കശുവണ്ടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ജസ്റ്റ് ഒരു ഇത്തിരി മുന്തിരി, ഉണക്കമുന്തിരി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഉണക്കമുന്തിരി എടുത്തിരിക്കുന്നത്, കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം. ഇവിടെ വലിയ കാര്യമായിട്ട് ആർക്കും താല്പര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തിരി എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 1/2 കപ്പ് റവയാണ് എടുക്കണം. അത് വേണമെങ്കിൽ നമുക്ക് വറുത്ത റവ എടുക്കാം, വറുക്കാത്ത റവ എടുക്കാം. വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും നമ്മൾ ഈ നെയ്യിലിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റുമാണ്, പ്രത്യേക ഒരു സ്മെല്ലും വരും. അപ്പോൾ നമ്മൾ ആ റവ എടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്ക് റവ ഒന്ന് വറുത്തെടുത്തിട്ട് എന്നിട്ട് നമ്മൾ ആ ചീനച്ചട്ടിയിൽ തന്നെ റവ വെക്കരുത്. അതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കരിയും. എന്നിട്ട് നമ്മൾ ഈ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം എടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി വെള്ളത്തിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. കളർ വേണമെങ്കിൽ മാത്രം മതി, ഇത് ഓപ്ഷണലാണ്. അപ്പോൾ അതും ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇത്തിരി ഏലക്ക പൊടിച്ചത്, നമ്മുടെ ഏലക്കയും പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ച ആ ഒരു ഇത്തിരി ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതിട്ട് നന്നായി വെള്ളം തിളയ്ക്കുമ്പോൾ, നന്നായി തിള വരുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ റവ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും. പിന്നെ ആ കട്ട അതങ്ങനെ തന്നെ കിടക്കും കേസരിയിൽ. അപ്പോൾ നന്നായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി നമ്മളത് ഇളക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം പെട്ടെന്ന് കുറുകും റവ, പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും, പെട്ടെന്ന് കുറുകി കിട്ടും നമുക്കത്. അതുകൊണ്ട് നോക്കിയിടാം. തിളയ്ക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി തെറിക്കും. അപ്പോൾ നന്നായി അത് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരണ വരെ നമ്മൾ നന്നായിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി അത് സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാൻ ഇപ്പോൾ 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പാണ് പഞ്ചസാര എടുക്കണമെങ്കിൽ ഒരു ആവറേജ് മധുരമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മധുരം ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് 1/2 കപ്പ് എന്നുള്ളത് ഒരു 1/4 കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി കൂടി മധുരം നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1/4 കപ്പ് പഞ്ചസാര ഒരു 2-3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കുക. കാരണം മിക്സ് ചെയ്യുക. കാരണം ഇത് പഞ്ചസാര ഇടുമ്പോൾ ഇതൊന്നും കൂടി അലിയും, ഇത്തിരി കൂടി അതിൻ്റെ കൺസിസ്റ്റൻസി ലൂസാവും. അപ്പോൾ ഒരു 2-3 ബാച്ചസ് ആക്കി ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി അത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കാഷ്യൂം മുന്തിരിയും, നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്കതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ നന്നായി അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ ഉദ്ദേശിക്കണേ ആ ഷേപ്പുള്ള പാത്രത്തിലേക്ക് നമുക്കിത് ചൂട്ടോടെ തന്നെ ഇടാം. കാരണം ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടില്ല, ഷേപ്പേ ഫോം ചെയ്യില്ല, കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ വേണമെങ്കിൽ നമ്മൾ ആ ചൂട്ടോടെ തന്നെ നമ്മൾ ഏത് പാത്രമാണോ യൂസ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് ആ ഒരു ഷേപ്പാക്കി എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ വറുത്ത് വെച്ചതിൽ 2 കശുവണ്ടി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി, തിന്നാനല്ല ഗാർണിഷ് ചെയ്യാനാണ്. അപ്പോൾ അതും കൂടി ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റവ കേസരി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുണ്ടെങ്കിൽ പ്ലീസ്
സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.